റിയാലിറ്റി വേഴ്സസ് റിയൽ ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ്. യെസ്, റിയാലിറ്റിയിൽ റിയൽ ലൈഫ് വരുന്നത്. റീലിൽ കാണുന്ന കുറേ വാചകങ്ങളുണ്ട്, കുറേ കോട്ട്സുകളുണ്ട്. നിങ്ങൾ പറക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓക്കെ അല്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോവും, നിങ്ങൾ എന്തിനാണ് ഇനി തിരിഞ്ഞു നോക്കുന്നത് എന്നൊക്കെ പറയും. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ എവിടേക്കാണ് പോകുന്നതിന് മുമ്പ് സ്വയം ഒന്ന് നോക്കുന്നതെന്നല്ല. സത്യത്തിൽ ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണത്? എന്ത് കുഴപ്പങ്ങൾ കാരണം കൊണ്ടാ? ഓക്കെ, ഇനി എനിക്കെന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉള്ളത്? അവരുടെ കുഴപ്പങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു. എൻ്റെ കുഴപ്പങ്ങൾ എന്താണ്? ഞാൻ ശരിക്കും ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണോ? സ്വന്തമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? എന്തിന്? ഡ്രസ്സ് തന്നെ കഴുകാറുണ്ടോ? ഭക്ഷണം കഴിച്ചാൽ പ്ലേറ്റ് കഴുകാൻ എനിക്ക് ബുദ്ധിമുട്ട് വരുമോ? ഓക്കെ, എത്ര ദിവസം ചെയ്യും? പിന്നെ എനിക്ക് പുറത്തേക്കൊക്കെ പോകുന്നതിന് ചില ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര ഷോപ്പിംഗ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൈസയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ ഷോപ്പിംഗൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എടുക്കേണ്ടി വരും. നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവൊക്കെ ഒരു ഫാമിലി ലൈഫിൽ കിട്ടണം എന്നല്ല, ഫിനാൻഷ്യലി നന്നായിട്ട് നമുക്ക് സെക്യൂർ ചെയ്തിട്ട് വെക്കുന്നത്. ചിലർ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നാറുണ്ട് കേട്ടോ. ചിലരങ്ങനെയല്ല, ഇരട്ടി പൈസ ചിലവാക്കുന്നുണ്ട്. ഈ റിയൽ ലൈഫിലേക്ക് വന്ന സമയത്ത് ഞാൻ കണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ റീൽസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ കാണിച്ചു കൂട്ടണം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് പൈസ ഉണ്ടാക്കുന്ന വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും പോയിട്ട് പല രീതിയിൽ അവർ പൈസ ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട്. അവർക്ക് മണി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ചിലർ അവരവരെ കുറിച്ച് ബോധിക്കുന്ന ഒട്ടും കാര്യങ്ങളില്ല. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ, മറ്റൊരാൾ അത് ചെയ്യാൻ പാടില്ല. പിന്നെ എപ്പോഴും എല്ലാവരുടെയും വിചാരം നമുക്കൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് വേഗം കയറി അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. അവിടെ ചെല്ലുമ്പോൾ മ്യൂച്വലാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ അവിടെ ചെല്ലുമ്പോഴും റീസൺസ് കാണുന്ന സമയത്ത് കുറേയൊക്കെ ഇങ്ങനെ സ്വഭാവങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നമ്മൾ അസസ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ അന്യോന്യം പരസ്പരം സംസാരിക്കാം. പിന്നെ ഏത് റിലേഷൻഷിപ്പിൽ നിന്ന് മുന്നോട്ട് പോയാലും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഈ സ്വഭാവം കാണിക്കും. അപ്പോൾ അവിടെ നിന്നും എളുപ്പം എല്ലായ്പ്പോഴും പോയി ഡിവോഴ്സ് ചെയ്ത് വരാനൊന്നും പറ്റില്ല ഏത് കാര്യത്തിനും. കാരണം എന്താ വെച്ചാൽ നല്ല പൈസ കൊടുക്കണം, അല്ലാണ്ട് വെറുതെ ഒന്നും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ല. പക്ഷെ ടോക്സിക്കിലും ഭയങ്കര ഇടി ഉപദ്രവവും അങ്ങനെയുള്ളവർ പിടിച്ചിരിക്കണതാണ്. ചിലരുടെ യു എന്നെ നുള്ളി, യു എന്നെ പിച്ചി എന്ന് പറയുന്ന കേസസ് ഉണ്ടാവും. നിങ്ങൾ എന്നെ എന്താ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. പിന്നെ ഈ ഫ്രീഡം കാര്യങ്ങൾ എല്ലാം പറയണ കേൾക്കാം. ബട്ട് ആക്ച്വലി വാട്ട് ഇസ് ദ മീനിങ്? ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ആൾക്കാർ ഒരു ഫാമിലി ലൈഫിലേക്ക് കയറരുത്. അവരെ ഏറ്റവും ആദ്യം അസസ് ചെയ്തിട്ട് കല്യാണം കഴിക്കാൻ പാടും.